നെന്മാറ പോത്തുണ്ടിലെ ജനങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട 7 വർഷങ്ങൾ. മനസ്സിൽ പകയുമായി നടന്ന ചെന്താമരയെ പേടിച്ചാണ് ആ നാട്ടുകാർ പല ദിവസങ്ങളിലും അന്തിയുറങ്ങിയത്. ഇനി അവർക്ക് ഭയം കൂടാതെ ജീവിക്കാം. ആ സീരിയൽ കില്ലറെ പേടിച്ച് ഇനി നാട് വിടേണ്ടതില്ല. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 20 ലക്ഷം രൂപ പിഴ ഒടുക്കണമെന്നും തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും കോടതി നിരീക്ഷിച്ചു. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ചെന്താമരയ്ക്ക് കോടതി തൂക്കുകയർ വിധിച്ചത്. 2025 ജനുവരി 27-നായിരുന്നു നാടിന് നടുക്കിയ സംഭവം. പ്രതിയുടെ ഭാര്യയും മകളും ഇയാളെ ഉപേക്ഷിച്ച് പിണങ്ങിപ്പോയതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ഇതിന് കാരണം അയൽവാസിയായ സുധാകരന്റെ കുടുംബമാണെന്ന് പ്രതി സംശയിച്ചു. സുധാകരന്റെ കുടുംബം തനിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്തതാണ് തന്റെ കുടുംബജീവിതം തകർത്തതെന്ന അന്ധവിശ്വാസമാണ് ചെന്താമരയെ സീരിയൽ കില്ലറാക്കിയത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തി. ആ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നു. ഇരട്ടക്കൊലപാതകം നടന്ന് 1.5 വർഷത്തിന് ശേഷമാണ് പ്രതിക്ക് കോടതി തൂക്കുകയർ വിധിക്കുന്നത്. കേസിൽ പ്രതിക്കെതിരെ അന്വേഷണ സംഘം ഹാജരാക്കിയ ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ പൂർണ്ണമായും അംഗീകരിച്ചാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രതി 20 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണം. തുക ഒടുക്കിയില്ലെങ്കിൽ 3 വർഷം അധിക തടവ് അനുഭവിക്കണം. കേസ് അപൂർവത്തിൽ അപൂർവമെന്നും കോടതി നിരീക്ഷിച്ചു. കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്ക് ഒരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾഡ് ബ്ലഡ് മർഡറാണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം 20 ലക്ഷമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റിനടുത്താണ് കൊടുക്കുന്നത്. നെന്മാറ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മൊഴിയും നിർണായകമായെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP N മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. മൊഴി മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഗൂഗിൾ ലൊക്കേഷൻ വഴി സാക്ഷികൾ എവിടെയെന്ന് കണ്ടെത്തിയിരുന്നു. വിചാരണയ്ക്ക് മുൻപ് ഡമ്മി ട്രയൽ നടത്തിയത് കേസിൽ നിർണായകമായെന്നും DYSP പ്രതികരിച്ചു. സാക്ഷികൾ കൂറുമാറില്ലെന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. അവരവിടെ ആ സമയത്ത് അവർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ ടൈം ലൈൻ വെച്ചിട്ട് അവരുടെ ഈ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂറുമാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ കോടതി കൊടുത്താൽ നിങ്ങൾക്കെതിരെ മറ്റു നടപടി വരുമെന്ന് നേരത്തെ തന്നെ അവരോട് പറഞ്ഞിരുന്നു. കേസിൽ ദൃക്സാക്ഷികളില്ലെന്ന വാദമുയർത്തി വധശിക്ഷ ഒഴിവാക്കാനാണ് പ്രതിഭാഗം വക്കീൽ അവസാന നിമിഷം വരെ ശ്രമിച്ചത്. പ്രതി ഇനിയും മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ജീവപര്യന്തം തടവായി ശിക്ഷ ചുരുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ശിക്ഷ ലഘൂകരിക്കുന്നതിനായി ചില കോടതികളുടെ മുൻകാല ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്നാൽ പ്രതിയുടെ മുൻകാല ചരിത്രവും കുറ്റകൃത്യത്തിന്റെ ക്രൂരതയും കണക്കിലെടുത്ത് കോടതി ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. വിധിയിൽ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി. പ്രതിഭാഗത്തിന് യാതൊരു വീഴ്ചയും സംഭവിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. കോടതി തെളിവുകൾ വിശകലനം ചെയ്തത് അതിൽ പോരായ്മയുണ്ടെന്നാണ് കരുതുന്നത്. ഈ വിധിയിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുമെന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അരമണിക്കൂറോളം നീണ്ട കടുത്ത വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ജഡ്ജി വിധി പ്രസ്താവം നടത്തിയത്. പ്രതിയായ ചെന്താമര മുൻപും ഇതേ കുടുംബത്തിലെ അംഗത്തെ കൊലപ്പെടുത്തിയ ചരിത്രമുള്ള ക്രൂരനായ കുറ്റവാളിയാണ്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊന്ന കേസിൽ ഇരട്ട ജീവപര്യന്തം തടവും 3.25 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചതാണ്. ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ 2022 ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയത്. അന്നു മുതൽ ഭയത്തോടെ കഴിഞ്ഞിരുന്ന ഇവരുടെ മക്കൾക്ക് ഈ വിധി ആശ്വാസകരമാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതില്. പ്രതി യാതൊരുവിധ മാനസാന്തരത്തിനും യോഗ്യനല്ലെന്നും സമൂഹത്തിന് വലിയൊരു ഭീഷണിയാണെന്നും തെളിയിക്കുന്നതാണ് ഇയാളുടെ കുറ്റകൃത്യങ്ങളെന്ന് കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് നിയമത്തിലെ ഏറ്റവും കടുത്ത ശിക്ഷയായ തൂക്കുകയർ തന്നെ പ്രതിക്ക് നൽകാൻ കോടതി തീരുമാനിച്ചത്. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.